ഞാനൊരു മറ്റേന്താ കുലസ്ത്രീ ഭാര്യ എന്നുള്ള രീതിയിൽ എന്നെ ആക്കി. ഞാനതൊരു വ്യക്തിയല്ല. ചേട്ടൻ ഒരു സപ്പോർട്ടീവ് അല്ലാത്ത ഹസ്ബൻഡ് ആ രീതിയിൽ. ചേട്ടൻ ഒരു മറ്റേ കലിപ്പൻ, ഞാൻ കലിപ്പന്റെ കാന്താരി എന്നുള്ള രീതിയിൽ. ആക്ച്വലി നമ്മൾ അങ്ങനെ അല്ല, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരല്ല. ആക്ച്വലി എനിക്കൊന്ന് ചേച്ചിയുടെ ചാനൽ കണ്ടാൽ ഒന്നുകൂടെ മനസ്സിലാവും അങ്ങനെ അല്ല എന്നുള്ളത്. ഈ റീൽ കാണുമ്പോൾ നമുക്കത് എനിക്ക് തോന്നി ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മളെ കില്ല് ചെയ്യുന്നത് പ്രോഗ്രസീവ് തിങ്കേഴ്സ് തന്നെ ആയിരിക്കും മറ്റൊരാളെ കില്ല് ചെയ്യുന്നത്. അവർ ചിന്തിക്കാത്ത തലം എടുത്ത് കണ്ടുപിടിച്ച്, കാരണം അൾട്ടിമേറ്റ്ലി അവർക്കൊരു കണ്ടന്റ് വേണം. ആ കണ്ടന്റ് അവർ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും. എന്റെ ഒരു വീഡിയോ എടുത്ത ഒരു വീഡിയോ ചെയ്ത ഒരാളുണ്ടായിരുന്നു, റിയാക്ഷൻ വീഡിയോ ചെയ്ത ഒരാളുണ്ടായിരുന്നു. ആ വീഡിയോയില് ഞാനൊരു സെന്റൻസ് പറയുന്നുണ്ട്, നമുക്ക് ജോലി ചെയ്യാം, ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട, നമുക്ക് കഷ്ടപ്പെടാം. കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ ജോലി ചെയ്യാതെ അപ്പുറത്തെ വീട്ടിലെ നമ്മളൊന്നും ജോലി ചെയ്യില്ല, നമ്മൾ തന്നെ ചെയ്യണം നമ്മുടെ കാര്യങ്ങൾ. അത് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് കാര്യമാണ്. അവനവന്റെ വീട്ടിലെ കാര്യങ്ങൾ അവനവൻ ചെയ്യണം എന്നുള്ളത് അത് ഗ്ലോറിഫൈ ചെയ്യാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതിന് തൊട്ട് മുന്നേ ഞാൻ പറയുന്നുണ്ട്, നമുക്ക് ഒരു പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കൊരു ഹെൽപ്പിനെ ഹയർ ചെയ്യാം, ഒരു പ്രശ്നമില്ല. നമുക്ക് സാമ്പത്തികമായിട്ടും കൂടെ പറ്റണമല്ലോ ഒരാളെ വെക്കാൻ. അങ്ങനെ ആളെ വെക്കുന്നത് നമുക്ക് ഭയങ്കര ആശ്വാസം ഉണ്ടാവും. പുള്ളി അത് കട്ട് ചെയ്തിട്ട് ഞാൻ മറ്റേ ജോലി ചെയ്യാം എന്ന് പറയുന്നത് മാത്രമായിട്ട് എനിക്ക് ഭയങ്കര നെഗറ്റീവ് ഉണ്ടാക്കി തന്നു. അപ്പൊ ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു. പുള്ളിയുടെ വീഡിയോസ്, ആശയങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്, പലപ്പോഴും ഇപ്പോഴത്തെ ജനറേഷനിൽ പ്രോഗ്രസീവ് തിങ്കർ ആണ് ഒരാളെ പിടിച്ച് താഴെ ഇടാൻ ഏറ്റവും കൂടുതൽ കീനായിട്ടിരിക്കുന്നത്. കാരണം എല്ലാവർക്കും വേണ്ടത് മറ്റേ സംസാരിക്കുന്നതിലുള്ള കറക്റ്റ്നെസ്, എന്താ പറഞ്ഞാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. എന്തൊരു വാക്ക് പറഞ്ഞാലും ഇപ്പൊ പേടിച്ച് സംസാരിക്കണം. ആരെയാ പേടിക്കുന്നത്? നമ്മൾ ഈ ബാക്ക്വേർഡ് ചിന്താഗതിയുള്ള ആൾക്കാരല്ല പേടിക്കുന്നത്, പ്രോഗ്രസീവ് തിങ്കേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ. അവരാണ് ഏറ്റവും കൂടുതൽ ബുള്ളിങ് വാങ്ങിച്ചു തരുന്നത്. എന്നൊരു സാഡ് റിയാലിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതിന് എന്നെ ട്രാഡ് വൈഫ് എന്ന് ലേബൽ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ട്രാഡ് വൈഫ് എന്ന് പറയും, അതായത് വീട്ടില് 24 hours വർക്ക് ചെയ്യുന്ന മറ്റേ ഐഡിയൽ വൈഫ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു വ്യക്തി അല്ല ഞാൻ. എങ്കിൽ ഞാൻ അതിൽ കുക്ക് ചെയ്യുന്ന വീഡിയോ ഇതൊന്നും പറയേണ്ട കാര്യമേ ഇല്ല. ഇത് ചുമ്മാ അവരെ റീച്ച് ചെയ്യാൻ വേണ്ടി അവന്മാർ ചുമ്മാ ഇതിന്റെ വേറെ ഐഡിയാസ് കൊണ്ടുവരണേ. നമ്മളെ ലൈഫ് സ്റ്റൈലിൽ കാണിച്ചത് എല്ലാവരും നമ്മളെ ഫോളോ ചെയ്യൂ. നാളെ തൊട്ട് എല്ലാവരും വീട്ടിൽ ഓരോ കാളയും 2 പട്ടിയും ഒരു കോഴിയും വളർത്തും നമ്മളായിരുന്നു. ആരോടും പറയണില്ല, ഇതൊക്കെ ഞാൻ ആരോ ഫോഴ്സ് വേറെ സൗഭാഗ്യ ഈ ചെയ്യണ കാര്യത്തിന് വലിയ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു വ്ളോഗർ ഫേമസ് ആണ്, അന്ന് പ്രസംഗിക്കണം. ഞാൻ കണ്ടിട്ട് എനിക്ക് കണ്ടത് പറയാനുള്ളത് നിനക്കെന്ത് എന്നാണ് എനിക്ക് ചോദിക്കുള്ളത്. നീ ആരുടെ നമ്മളെ റേറ്റ് ചെയ്യാന്നാണ് എനിക്ക് ചോദിക്കുള്ളൂ. ഇത് കണ്ട വേറെ ഭാര്യമാര് ഭർത്താക്കന്മാര് അങ്ങനെ വിചാരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പോയി വിചാരിക്കണ്ടെന്ന് പറയാൻ പറ്റും. എത്ര സിനിമകളില് മറ്റേ വില്ലന്റെ മോളെ പ്രേമിക്കണ മറ്റേ ഹീറോസ് ഉണ്ട്. അതുപോലെ ഇവന്മാരെല്ലാം അമ്മായിച്ചമ്മരെ പോയി ഇടിച്ച് തോപ്പിച്ച പോയി ഭാര്യ കല്യാണം കഴിച്ചോണ്ട് വന്നു. നമ്മളെ കാര്യമല്ലേ ചെയ്തത്. അതിന് നീ കാളയെ വളർത്തല് അല്ലെങ്കിൽ മറ്റേ വീട് വൃത്തിയാക്കല് അതുപോലെ ബാക്കിയുള്ളവർ വിചാരിക്കുന്നത് അതാവാൻ വിചാരിക്കണവന്റെ തെറ്റില്ല. വൃത്തിയാക്കരുത് എന്ന് പറയുന്നത് എന്തൊരു മോശം ചിന്താഗതിയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. അവനവൻ താമസിക്കുന്നത് അതൊരു 100 സ്ക്വയർ ഫീറ്റോ 2000 സ്ക്വയർ ഫീറ്റോ അത് വൃത്തിയാക്കുന്ന അവനവന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനൊക്കെ എനിക്കൊന്ന് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നതിനേക്കാളും നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന ഇതേപോലുള്ള യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. റിയാക്ഷൻ വീഡിയോസ് ആണ് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്നത് ഞാൻ പറയോ. അതായത് ഇനി ഒരാൾ എന്ത് ചെയ്യുന്നു എനിക്കിഷ്ടമാണ് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടാൻ. പക്ഷെ എനിക്ക് അതിന് വേണ്ടി വേറൊരാളെ കഥ കണ്ടോണ്ടിരിക്കാൻ പറ്റാത്ത. അയ്യോ, അതായത് ഒരാളുടെ ജീവിതം ജീവിക്കുന്നു, അതിലൊരു എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ആ അഭിപ്രായം പറഞ്ഞ് അത് മാനിപ്പുലേറ്റ് ചെയ്ത് അതിലാണ് തെറ്റ് വരുന്നത്. അഭിപ്രായം ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും, അത് കുഴപ്പമില്ല. പക്ഷെ വേറെ ഉള്ള ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് മോശമാണ്. ഞാനൊരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണെങ്കിൽ ഞാൻ വിചാരിച്ചാൽ ഒരു 100 പേരെ കൊണ്ട് അഞ്ജുവിനെ ഹേറ്റ് ചെയ്യിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷെ ഞാൻ അങ്ങനെയാണോ അത് യൂസ് ചെയ്യേണ്ടത്, അഞ്ജുവിനെ ഇഷ്ടപ്പെടുത്തിക്കാണോ വേണ്ടതെന്നുള്ളതാണ്. മനസ്സിലായി. അവിടെ അത് ഓരോരുത്തരുടെ സ്വഭാവം പോലെ ഒന്നും ചെയ്യില്ല. അല്ല, എന്റെ ഇതില് മനസ്സിലെന്നറിയോ, ആ വാല് വെച്ച് മുഖത്ത് ഒരു അടി കിട്ടുന്നതാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ കാളയെ നോക്കാം. കാളയുടെ കൊമ്പ് അല്ലാതെ കാലൊന്നും കണ്ടില്ല, വാലാണ് കണ്ടത്. ഈ കാളയെ പരിചരിച്ച് ഇതിങ്ങനെ നടക്കുമ്പോഴേ ചേട്ടാ അത് വെച്ചിങ്ങനെ മുഖത്തൊരു അടി കിട്ടിയാൽ ഈച്ച വന്നിരിക്കുമ്പോ ഇങ്ങനെ ചവിട്ടും, അതറിയാമോ? ഇതന്നെ ചവിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, എനിക്കറിഞ്ഞൂടാ. നല്ല പവർ ഉണ്ടല്ലോ. ഒരു കുഴപ്പമില്ല, ഇറ്റ് ഹാപ്പൻസ്, നാച്ചുറൽ. സ്ഥലത്ത് നിന്നൊഴിക്കും പ്ലീസ്. തെറിപ്പിച്ച്
ഇതൊക്കെ ലൈവായിട്ട് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കും കിട്ടിയല്ലോ അല്ലേ? അർജന്റ് അർജുന് വലിയ കളമൂത്രം ഈ ഇടുക്കി നിൽക്കുക അങ്ങോട്ട് ലൈവായിട്ട് കാണാനുള്ള ഭാഗ്യം. ബോയ് കമോൺ. അപ്പം നിങ്ങളുടെ ഒരു പേഴ്സണൽ കാര്യത്തിൽ നിന്നും മാറിയിട്ട് ഒരു പബ്ലിക് ഇപ്പം നടന്ന ഒരു ഇഷ്യൂവിനെ വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഇപ്പം ബസ്സിൽ നടന്ന ഇഷ്യൂ ആണെങ്കിൽ പോലും ലൈക്ക് അത് നടന്നത് ഒരു നടക്കാൻ പാടില്ലാത്തൊരു സംഭവം തന്നെയാണ് നടന്നത്. വെരി അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാലും പോരാ, അങ്ങനെ ആരടുത്തും അത് പെണ്ണായാലും ആണായാലും അത് നടക്കാൻ പാടില്ല. പക്ഷെ അതിന് മുന്നേയും ഒരു പെൺകുട്ടി അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ ഷിംജിതയുടെ ഇൻസിഡന്റ് വരുന്നത്. പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് വന്നപ്പോഴേക്കും സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് മൊത്തത്തിൽ സ്ത്രീകളെ പേടിയാകുന്നു. ഇനി ബസ്സിൽ കയറാനുള്ള രീതിയിലുള്ള പേടി ഉണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസിൽ ഇരിക്കട്ടെ. നല്ല ആൾക്കാരല്ല, ഞരമ്പുകളൊക്കെ ഒരു ഡിസ്റ്റൻസ് ഇടട്ടെ. പക്ഷെ ഇത് കാണിക്കുന്ന എന്തായാലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഇത് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു പാവം വിഭാഗപ്പെടുന്ന ആൾക്കാരായിരിക്കും എപ്പോഴും ടാർഗറ്റ് ചെയ്യുമ്പോൾ. ഈ ഇദ്ദേഹത്തെ പോലെ തന്നെ മനസ്സാവാച അറിഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് പേരയായത്. അതെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ, അത് ആണായാലും പെണ്ണായെങ്കിലും നമ്മൾ മനസ്സാവാച അറിഞ്ഞൂടാത്തൊരു കാര്യത്തിന് ആരെയും ബുള്ളി ചെയ്യാൻ പാടില്ല. ഞാൻ പറയും, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ഇതിൽ ആ പെൺകുട്ടിയെ പോലെ സോഷ്യൽ മീഡിയ ഈസ് ഈക്വലി റെസ്പോൺസിബിൾ ഫോർ സംബഡീസ് ഡെത്ത്. അതെ. കാരണം ഇപ്പൊ ഇതൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്നു. അന്ന് ഈ വീഡിയോ ഇറങ്ങിയ സമയത്ത് ഇവരും ബുള്ളി ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇപ്പൊ ആരതിന്, ഒരാളുടെ ഫേസും ഫിഗറും നമുക്ക് അറിയാവുന്നതുകൊണ്ട് എല്ലാവരും കൂടെ എടുത്ത് ആ കുട്ടിയുടെ തലയിൽ വെക്കുന്ന, ആ കുട്ടി ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്, അത് ഉള്ളത് തന്നെയാണ്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ ബുള്ളിയിങ്ങും ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. എത്ര ആൾക്കാർ ഇങ്ങനെ ഭയങ്കര മാനസികമായിട്ട് വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഇഷ്ടം പോലെ സംസാരിക്കുന്ന റിയാക്ഷൻ വീഡിയോസ് ആണെങ്കിലും ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ മോശം തന്നെയാണ്. ഒരു പരിധിക്ക് മേളിൽ ഒരാളെ ബുള്ളി ചെയ്യുന്നത് മോശമാണ്. അവരൊക്കെ എപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഒരു മൈൻഡ് സെറ്റിലാണല്ലോ നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഒരാളുടെ സാഹചര്യം എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കമന്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഒരാളുടെ ലൈഫ് പോകുന്നത്. സോ വീഡിയോ ഇടുന്നത് പോലെ മാത്രമല്ല, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴും കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ട് തന്നെ ചെയ്യണം. എന്തെങ്കിലും ഒരു ന്യൂസ് അറിയുന്നത് അങ്ങ് മാസ് ബുള്ളിങ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ. സോഷ്യൽ മീഡിയക്ക് എന്നും ഒരു വേട്ടയാടാൻ ഒരാളെയാണ് എപ്പോഴും ആവശ്യം. അതിങ്ങനെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും, ശ്രദ്ധിച്ചിട്ടില്ലേ? എപ്പോഴും സോഷ്യൽ മീഡിയക്ക് വേട്ടയാടാനായിട്ട് ഒരാളെ കിട്ടും. ഒരാളുടെ ട്രെൻഡ് കഴിയുമ്പോൾ അടുത്ത ആളെ കിട്ടും, അത് കഴിയുമ്പോൾ അടുത്ത ആളെ കിട്ടും. സോ ഇതില്ലാതെ സോഷ്യൽ മീഡിയ സർവൈവ് ചെയ്യത്തില്ല എന്നുള്ള രീതിയാണ്. അപ്പം ഇതിൽ ഈ പുള്ളിക്കാരിയെ പോലെ സൊസൈറ്റി ഈസ് ഈക്വലി റെസ്പോൺസിബിൾ. അതെ. പക്ഷെ ഇതിൽ മെയിൻ കോസ് ആയിട്ടുള്ളത് ഒരാളാണ് കാണിച്ചിട്ടുള്ളെങ്കിൽ പോലും ഒരു സമൂഹം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സ്ത്രീകളെടുത്ത് ഇരിക്കാൻ പേടിയാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെയാണ്, ലൈക്ക് നമ്മളടുത്ത് ഇനി ഇടപഴകുമ്പോഴത്തേനും ബസ്സിൽ കയറുമ്പോൾ അങ്ങനെ ചെയ്യണം, ഒരു അൺനെസസറി ഒരു ഷോ ഓഫ് ഉണ്ടല്ലോ. അതായത് നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ ഇനി അവർക്ക് പ്രശ്നം ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർഷങ്ങളായിട്ട് ഫേസ് ചെയ്യുന്നവരാണ് നമ്മൾ സ്ത്രീകൾ. നമ്മൾ ഇതെല്ലാം സംഭവിക്കുന്ന അറിഞ്ഞിട്ടാണ് നമ്മൾ ബസ്സിലും ഒരു പൊതുസ്ഥലങ്ങളും നമ്മൾ പോകുന്നത്. നമുക്ക് ഇതിന്റെ ഒരു ഷോ ഓഫിന്റെ ഒരു ആവശ്യം വരുന്നില്ല. ആ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ? മറ്റേ കൂടൊക്കെ വെച്ച് ബസ്സിൽ കയറുന്നതും അങ്ങനത്തെ നമുക്ക് കുറെ കഴിഞ്ഞിട്ടാണ് പെണ്ണുങ്ങൾക്ക് ഒരു പ്രിവിലേജ് വന്നു തുടങ്ങിയത്. അതായത് നമുക്ക് ഇപ്പോഴാണ് കുറെ ആൾക്കാർ കുറച്ചും കൂടെ ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒക്കെ വന്നു തുടങ്ങിയത്. പണ്ടുള്ള ആൾക്കാർ എന്തോരം സഹിച്ച മിണ്ടാതിരുന്നിട്ടുണ്ടാവണം. ഇപ്പൊ ആണ് ആൾക്കാർ സംസാരിച്ചു തുടങ്ങുന്നത്. ഇത് രണ്ട് സൈഡിലും ഉണ്ട്.